കേരളത്തിൽ കോർപ്പറേഷൻ ഭരണം ആദ്യമായി പിടിച്ച ബി.ജെ.പി. കൗൺസിലർമാർക്ക് അത്താഴ വിരുന്നൊരുക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി. മേയർക്കും കൗൺസിലർമാർക്കും പുറമെ സ്വതന്ത്രനെയും മോദി ക്ഷണിച്ചിട്ടുണ്ട്. അതേസമയം പാർട്ടിക്കൊപ്പം പോകാതെ ഡൽഹിയിലേക്കുള്ള യാത്ര ഒറ്റയ്ക്കാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കൗൺസിലർ ആർ ശ്രീലേഖ. ഇന്ന് രാവിലെ 12:15 കേരള എക്സ്പ്രസിൽ മറ്റ് കൗൺസിലർമാർക്കൊപ്പമാണ് ശ്രീലേഖ യാത്ര ചെയ്യാതിരുന്നത്. ഡൽഹിയിലെ സ്വീകരണത്തിൽ ശ്രീലേഖ പങ്കെടുക്കാതിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അമ്മയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നതാണ് വിട്ടുനിൽക്കാനുള്ള കാരണമായി ശ്രീലേഖ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ അവസാന നിമിഷത്തിൽ ശ്രീലേഖ വിമാനത്തിൽ ഡൽഹിയിലേക്ക് എത്തുമോ എന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. പാർട്ടിയുമായുള്ള അസ്വാരസ്യങ്ങളാണ് ശ്രീലേഖ വിട്ടുനിൽക്കുന്നതിന് പിന്നിലെന്ന് വിലയിരുത്തലുകളുണ്ട്. നേരത്തെ പാർട്ടി വേദികളിലും അല്ലാതെയും ശ്രീലേഖ തന്റെ അതൃപ്തി പരസ്യമാക്കിയിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാക്കുമെന്ന ഉറപ്പിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്നും കൗൺസിലർ ആവാൻ വേണ്ടിയല്ല എന്നുമുള്ള ശ്രീലേഖയുടെ തുറന്നു പറച്ചിൽ ബി.ജെ.പിയെ വെട്ടിലാക്കിയതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിച്ച ശ്രീലേഖയെ അവസാന നിമിഷം മാറ്റിയാണ് വി രാജേഷിനെ പദവിയിലേക്ക് ഉയർത്തിയത്. കേന്ദ്ര നേതൃത്വം ഒരു തീരുമാനമെടുക്കുമ്പോൾ എതിർത്ത് നിന്ന് പോടാ പുല്ല് എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടാൻ പറ്റില്ലെന്നും ശ്രീലേഖ അന്ന് തുറന്നടിച്ചിരുന്നു. വട്ടിയൂർക്കാവ് എം.എൽ.എ. വി.കെ. പ്രശാന്തുമായുള്ള ഓഫീസ് മുറി വിവാദവും ബി.ജെ.പിയെ വെട്ടിലാക്കിയതാണ്. പാർട്ടിയോട് ആലോചിക്കാതെയാണ് ശ്രീലേഖ പല കാര്യങ്ങളും ചെയ്യുന്നത് എന്ന വിമർശനം ആ സമയത്ത് ബി.ജെ.പിയിൽ ഉയർന്നതാണ്. വിജയിച്ച കൗൺസിലർമാർക്കുള്ള ഗവർണറുടെ ചായ സൽക്കാരത്തിലും ശ്രീലേഖ പങ്കെടുത്തില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തിയപ്പോഴും ശ്രീലേഖ വേദിയിൽ നിന്ന് മാറി നിന്നു. പ്രധാനമന്ത്രിയെ യാത്രയാക്കാനും ശ്രീലേഖ എത്തിയില്ല. അങ്ങനെ ബി.ജെ.പിയിൽ ഉണ്ടെങ്കിലും പല സന്ദർഭങ്ങളിലും ശ്രീലേഖ തന്റെ എതിർപ്പ് പരസ്യമാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ബി.ജെ.പിയിൽ അംഗമായിരിക്കുമ്പോഴും പല നിർണായക ഘട്ടങ്ങളിലും ആർ ശ്രീലേഖ പ്രകടിപ്പിച്ച അകലം വ്യക്തിപരമായ അസ്വസ്ഥതകളെക്കാൾ കൂടുതലാണെന്നാണ് ഈ സംഭവങ്ങൾ പറയുന്നത്. പാർട്ടി തീരുമാനങ്ങളോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും നേതൃത്വത്തോടുള്ള പൊരുത്തക്കേടുകളും ഇടയ്ക്കിടെ പുറത്തുവന്ന സാഹചര്യത്തിൽ ഡൽഹി യാത്രയെ ചുറ്റിപ്പറ്റിയ അനിശ്ചിതത്വം വീണ്ടും ആ ബന്ധത്തിലെ പിളർച്ചകളെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഔദ്യോഗികമായി ആരോഗ്യകാര്യങ്ങൾ കാരണമായി പറയുന്നുണ്ടെങ്കിലും ശ്രീലേഖയുടെ നിലപാടുകൾ രാഷ്ട്രീയ സന്ദേശങ്ങളായി വായിക്കപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്.